ആയാലോ 2 ദിവസത്തെ ശക്തമായ മഴയ്ക്ക് നമ്മളെ ഇരിട്ടി ഭാഗത്ത് ഉരുൾപൊട്ടിയതുകൊണ്ട് നമ്മളെ നാട്ടിലെല്ലാം ഫുൾ വെള്ളം കയറിന് ഇന്ന്. അതിൻ്റെ കാഴ്ചകളാണ്. പിന്നെ ഇത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വയൽ നല്ല അടിപൊളി പച്ചപ്പുള്ള വയൽ, അവിടെയെല്ലാം ഫുൾ വെള്ളമായിപ്പോൾ ഇന്ന്. അത് പുഴക്കുന്ന് അങ്ങ് പഴശ്ശി ഡാം തുറന്ന് വിട്ടതുകൊണ്ട് പുഴക്കുന്ന് വെള്ളം കയറി തോട് വഴി നമ്മുടെ നാട്ടിലെല്ലാം ഫുൾ വെള്ളമാണ്. ഇപ്പോൾ മഴ കുറച്ച് കുറവായതുകൊണ്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് നമ്മളെ നായിക്കാൽ ബിജുവിൻ്റെ ഹോട്ടലിൻ്റെ സമീപമുള്ള റോഡാണ്. അവിടെ നല്ല വെള്ളം കയറിന്. ഇപ്പോൾ വെള്ളം ഇറങ്ങി, ഇപ്പം ഒന്നും കുഴപ്പമില്ല. ബിജുവിൻ്റെ ഹോട്ടലിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബിജു ഹോട്ടലിൻ്റെ ഹോട്ടലിൻ്റെ അകത്തെല്ലാം ഫുൾ വെള്ളം കയറി. ഇപ്പോൾ കുറച്ച് വർഷമായിട്ടാണ് ഇങ്ങനെ വെള്ളം കയറുന്നത്. എനിക്കിത് തോന്നുന്നത് വെച്ചാൽ നമ്മളെ ഈ പുഴയിൽ പണ്ട് നല്ലോണം പുഴി വരുന്നതാണ്. ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് പുഴി വരലില്ല, എല്ലാം ഫുള്ള് നിന്നിട്ടില്ല മൊത്തത്തിൽ. അതുകൊണ്ട് ഈ പുഴേൻ്റെ ആഴെല്ലാം കുറഞ്ഞ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വെള്ളം കയറുന്നത്. അങ്ങനെയൊക്കെ തോന്നുന്നതേ. പാവം ഒരാൾ ഈ വെള്ളത്തിൽ കഷ്ടപ്പെട്ട് മീൻ പിടിക്കുന്നുണ്ട്. നല്ല കഷ്ടപ്പാടുണ്ട്. അത് ഇടല് ട്യൂബെല്ലിട്ട് വലയിട്ട് പോകുന്നുണ്ട്. പക്ഷെങ്കിൽ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, കഷ്ടപ്പാട് മാത്രം ബാക്കി. ഇത്രയേ ഉള്ളൂ നമ്മളെ നാട്ടിലെ കാര്യം. ഒരു 3-4 ദിവസം ശക്തമായിട്ട് മഴ പെയ്താൽ നമ്മളെല്ലാം കാര്യം കട്ടപ്പോകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.